നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 537 537. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 537. ലാസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ 28-ാം സർഗം ശ്രീകൃഷ്ണ ലീലകൾ 3-ാം ഭാഗമാണ് കഴിഞ്ഞത്. അതിൻ്റെ അവസാനത്തെ ശ്ലോകം പറയുന്നു, എങ്ങെങ്ങാണ് ഞാൻ ഇവൻ ഇത്ര വേഗം എന്നോർത്തുകൊണ്ട് ഏവരും അമ്മയൊപ്പം ഇരുട്ടിയെന്നീടും അകങ്ങൾ തോറും വിളിച്ചുകൊണ്ടേ തിരിയാൻ തുടങ്ങി. എവിടുന്ന വന്നതറിയില്ല. ഭഗവാൻ വന്നു, എവിടേക്കോ പോയി, കാണാനില്ല. അപ്പോൾ 4-5 മുറിയുള്ള വീടായിരിക്കാം. കണ്ണാ കണ്ണാ കൃഷ്ണ കൃഷ്ണ നിങ്ങൾ വിളിക്കണു, ഒരു ശബ്ദമില്ല. എങ്ങനെ നോക്കിയാലും യശോദമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി കുട്ടിക്കുറുമ്പൻ തന്നെയായിരുന്നു ഭഗവാൻ, അല്ലേ? അങ്ങനെയാണല്ലോ പറയാം. ഇനി നമുക്ക് 29-ാം സർഗം ശ്രീകൃഷ്ണ ലീലകൾ 4-ാം ഭാഗം. കഴിഞ്ഞ 3 എപ്പിസോഡിൽ ഒരേ സബ്ജക്റ്റാണ്. നോക്കാം. വാലും പിടിച്ചങ്ങനെ പൈക്കിടാവിൻ പിന്നാലെ വലിഞ്ഞുകൊണ്ടും വാർകുണ്ടളത്തിൻ്റെ നടുക്കണിഞ്ഞു മിന്നും മയിൽ പീലി കിഴിഞ്ഞുകൊണ്ടും ഭഗവാന്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കി തരാണ്. വാലും പിടിച്ചങ്ങനെ പൈക്കിടാവിൻ്റെ വാല് പിടിച്ചിട്ടൊരു ഓട്ടം, പിന്നാലെ വലിഞ്ഞുകൊണ്ടും അങ്ങോട്ട് പശു അങ്ങോട്ട് വലിക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വലിക്കും. പിന്നെയോ വാർകുന്തളത്തിൻ്റെ നടുക്കണിഞ്ഞ തൻ്റെ തലമുടി പിടിച്ച് കെട്ടി അതിലൊരു മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. മിന്നും മയിൽപ്പീലി കിഴിഞ്ഞുകൊണ്ടും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണു പോവും, അല്ലെങ്കിൽ ചെരിഞ്ഞു പോവും. പേർ കൊണ്ടിടും ഗോപികൾ മെല്ലെ മൂക്കിൽ കൈവെപ്പതായി കണ്ടു ചിരിച്ചുകൊണ്ടും. പേർ കൊണ്ടിടും, കൃഷ്ണ എന്താ അത് എന്ന് പേര് വിളിച്ച് ചോദിച്ചാൽ ഗോപികൾ മെല്ലെ മൂക്കിൽ കൈവെപ്പതായി കണ്ട് അപ്പോൾ ഒന്ന് ചിരിക്കും. അപ്പോൾ അത് കഷ്ടം എന്ന് പറയുന്ന ആൾക്കാർക്ക് ചിരി വരും. കൃഷ്ണ കഷ്ടമാണ് കേട്ടോ ഈ ഇങ്ങനത്തെ വേഷം എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുമ്പോഴേക്കും അദ്ദേഹം ഒരു പുഞ്ചിരി തൂകിയാൽ ആ എന്തിനു വേണ്ടിയിട്ട് അപ്പോൾ കഷ്ടം എന്ന് പറഞ്ഞത് എന്നറിയാതെ ഉണ്ടാവും. പിന്നെ പറഞ്ഞു, കാർ കൊണ്ടൽ വർണ്ണൻ വിളയാടും ഊഴിക്കുള്ളം കുളിർക്കും നിലയാർന്നുകൊണ്ടും. ഭൂമി ദേവിക്ക് കുളിരേകുന്ന പോലെയാണ് ഭഗവാന്റെ വികൃതികൾ എന്നർത്ഥം. ശരിക്ക് ഭഗവാന്റെ ആരാ? ഭൂമിദേവി സഹധർമ്മിണിയാണ് ഭൂമിദേവി, മഹാലക്ഷ്മി ഒക്കെ. അപ്പോൾ 3-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. കളിച്ചുകൊണ്ടങ്ങനെ അന്തിയോളം കഴിച്ചുകൂട്ടും കമനീയശീലൻ. കമനീയശീലൻ എന്ന് പറഞ്ഞെന്താ? കാമിക്കാവുന്ന ശീലത്തോടു കൂടിയവെന്ന് അർത്ഥം പറയാം. കളിച്ചുകൊണ്ടങ്ങനെ അന്തിയോളം നേരം വിളിച്ചായ വൈകുന്നേരം വരെ കളി. ഭഗവാൻ ഭാഗ്യവാനാ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിൽ സ്കൂളിൽ പോകണം, പ്ലേ സ്കൂളിൽ പോകണം. അവിടെ പ്ലേ നടക്കുന്നുണ്ടോ? അവിടെ നല്ല ചൂരൽ കഷായമാണ്, പിന്നെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. എന്തോ ആവട്ടെ, കളിച്ചുകൊണ്ടങ്ങനെ അന്തിയോളം കഴിച്ചുകൂട്ടും കമനീയശീലൻ. തനിക്ക് വിശ്വം മുഴുവൻ ചമപ്പതെന്നും വെറും ലീല. അതോർത്ത പോലെ ഞാൻ എന്തിനപ്പോൾ വേണ്ട വയ്ക്കണത്? ഈ വിശ്വമൊക്കെ എൻ്റെ സൃഷ്ടിയല്ലേ, ഞാൻ അതിൽ എന്തൊക്കെയോ കളി തമാശയും കാണിക്കണോ എന്ന് പറഞ്ഞ് സമാശ്വസിക്കുന്ന പോലെ എന്നൊക്കെ പറയണോ. കാർവർണ്ണനാം ഉണ്ണി കനിഞ്ഞ ഈ വണ്ണം കാട്ടുന്നതിന് അന്തരമത്രമല്ല, ഉണ്ണാൻ പിറന്നുള്ള പലർക്കുമുള്ള കാര്യം പഠിക്കുന്നതിനെന്ന പോലെ. കാർവർണ്ണനാം ഉണ്ണി അദ്ദേഹം എന്ത് ചെയ്യണു? കനിഞ്ഞ ഈ വണ്ണം കാട്ടുന്നതിന്
അന്തരമാത്രയല്ല അത് തന്നെ അന്തരമാത്രയല്ല ഉണ്ണാൻ പിറന്നുള്ള പലർക്കുമുള്ള കാര്യം പഠിക്കുന്നതിനെന്ന പോലെ ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളെ ഒരു പാഠം പഠിപ്പിക്കുന്ന പോലെയാണ് ഭഗവാന്റെ കാട്ടിക്കൂടലെന്നാണ് പറഞ്ഞത്. ലീലാരസാസ്വാദ്യത കൊണ്ട് പാരിനെന്നും ഉള്ളം വിരിയിക്കുവാനും വിചാരശീലർക്കകതാരിലോരോ വിശുദ്ധ ചിന്താഗതിയൂറുവാനും വളരെ സ്പഷ്ടമായിട്ടുള്ള വേദാന്ത പറഞ്ഞത്. വികാരശീലർക്കല്ല വിചാരശീലർക്ക് അകതാരിൽ ഉള്ളിൽ ഓരോ വിശുദ്ധ ചിന്താഗതിയൂറുവാനും സംശുദ്ധമായ ഭക്തിയുടെ ഉറവിടം ആണ് മനസ്സ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പലതരം ചായമിണക്കി മിന്നും ഓരോ മരപ്പാവകൾ താനിളക്കി. ഭഗവാൻ അങ്ങനെയുണ്ട്, എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ കയ്യും കാലൊക്കെ വേഗം വെവ്വേറെ ആക്കുന്ന പറഞ്ഞത് ഇല്ലേ? പലതരം ചായമിണക്കി മിന്നും ഓരോ മരപ്പാവകൾ താനിളക്കി കളിപ്പതായി അച്ഛനു കാട്ടിടുന്നു പാർത്തട്ടലീശൻ പതിവുള്ള പോലെ. അതെനിക്ക് വളരെ ഇഷ്ടമായി. ഒരു വേദാന്ത സത്യമാണ് പറഞ്ഞത്. കളിപ്പതായി അച്ഛന് കാട്ടിയിടുന്നു. കളിക്കുകയാണെന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള തൊഴിലെന്താ? പാർത്തട്ടിൽ ഈശൻ പതിവുള്ള പോലെ. ഈ ലോകത്ത് ഭഗവാൻ സൃഷ്ടിക്കണു, പരിരക്ഷിക്കണു, ലയനം പ്രാപിപ്പിക്കണു, ഒക്കെ വേഗം വേഗം കഴിയും. നടിച്ചിടും താൻ നരപാലനായും രാജാവായിട്ട് അഭിനയിക്കും, മന്ത്രീന്ദ്രനായും മൃഗരാജനായും മന്ത്രിപ്രവരനെ പോലെ പെരുമാറും, സിംഹത്തിനെ പോലെ പെരുമാറും. ക്ഷുദ്രാഭിമാനം മനുജന്നു കാണിച്ചുണർത്തി രക്ഷിപ്പതിനെന്ന പോലെ. ഈ ദുരാഭിമാനം എന്ന് പറഞ്ഞാൽ ക്ഷുദ്രാഭിമാനം ഒരു മിനിറ്റൊക്കെ നിൽക്കുള്ളൂ. ക്ഷുദ്രാഭിമാനം മനുജന് കാണിച്ച് ഉണർത്തി രക്ഷിപ്പതിനെന്ന പോലെ. ലീലാരസാസ്വാദ വിലോലനുണ്ണി. ഉണ്ണിക്കുള്ള പര്യായം അല്ല വിശേഷം എന്താ? ലീലാരസാസ്വാദ. ലീല വിനോദമായി ചെയ്യുന്നതിനെ ആസ്വദിക്കുന്ന ഭഗവാൻ. നമ്മളോ പുഞ്ചിരി വരില്ല ആൾക്കാരൊക്കെ എപ്പോഴും മസിൽ പിടിച്ചിട്ടാണ്. അപ്പം ലീലാരസാസ്വാദ വിലോലനുണ്ണി വെൺപട്ടിൽ വാർമയുടലാകെ മൂടി എന്തൊക്കെയോ മട്ടിൽ നടിച്ചു പേടിപ്പെടുത്തേടും മായയിലെന്ന പോലെ. മായ എങ്ങനെയാണ് ഈശ്വരവിശ്വാസികളെ ഭയപ്പെടുത്തുന്നത്? ഈശ്വരവിശ്വാസികളെ ഭയപ്പെടുത്താൻ പറ്റില്ല, ഈശ്വരവിശ്വാസികളല്ലാത്തവരെ ഭയപ്പെടുത്തും. ഞാൻ തെറ്റിപ്പറഞ്ഞു. മായ ഈശ്വരവിശ്വാസികളെ പേടിപ്പിക്കാൻ പറ്റില്ല. അപ്പം മായയിൽ ഭയം കൊള്ളുന്നതാരാ? അധർമ്മികൾ. എന്തൊക്കെയോ മട്ടിൽ നടിച്ചു പേടിപ്പെടുത്തേടും മായയിലെന്ന പോലെ. കണ്ണാം ചിരട്ട അക്കകമൂറ്റിയൂറ്റി നിറപ്പുവെള്ളം നിരവധ്യശീലൻ അസംയതാത്മാവിനു പുണ്യകർമ്മബലങ്ങൾ കാണിപ്പതിനെന്ന പോലെ. ആദ്യത്തെ വരി ഒരു സബ്ജക്റ്റാണ്. ആദ്യത്തെ 2 വരി, അവസാനത്തെ 2 വരി ഉപമയാണ്. ഇപ്പോൾ കുറച്ച് ശ്ലോകങ്ങളായിട്ട് അതായത് എനിക്ക് തോന്നുന്നത് ഈ മൂന്നാമത്തെ ശ്ലോകം നമുക്ക് ഓർത്തതുപോലെ പഠിക്കുന്നതിനെ പോലെ ചിന്താഗതിയൂറുവാനും ഓർമ്മപ്പെടുത്തുന്നതിനെന്ന പോലെ പാർത്തട്ടിലേശൻ പതിവുള്ള പോലെ ഉണർത്തി രക്ഷിപ്പതിനെന്ന പോലെ പെടുത്തിടും മായയിലെന്ന പോലെ ഒക്കെ പോലെ അത് വലിയൊരു പ്രാസാണ്. അതാണ് പറഞ്ഞത്. കണ്ണാഞ്ചിരട്ട അച്ചിരട്ടക്കകം ഊറ്റിയൂറ്റി നിറപ്പുവെള്ളം നിരവൈദ്യശീലൻ. കണ്ണൻ ചിരട്ടയിൽ അല്ലേ വെള്ളമായാൽ പോയിക്കൊണ്ടിരിക്കില്ലേ? അതാണ് കണ്ണാഞ്ചിരട്ടക്ക് അകമൂറ്റിയൂറ്റി നിറപ്പൂവെള്ളം നിരവധ്യശീലൻ അസംയതാത്മാവിനു പുണ്യകർമ്മഫലങ്ങൾ കാണിപ്പതിനെന്ന പോലെ. എന്താ പുണ്യകർമ്മഫലങ്ങൾ കാണിപ്പതിന്? അസംയാത്മാവിന് അനാത്മവസ്തുക്കളിൽ കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല.
അപ്പം നെഗറ്റിവിറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാണാം ചിലപ്പോൾ ചളിവാരി ഓമൽ പൂമേനിയിൽ പൂശി രസിപ്പതായും. ധാരാളം മണ്ണ് പൂശി കളിക്കുന്നതാണ് പറഞ്ഞത്. കാണാം ചിലപ്പോൾ ചളിവാരി ഓമൽ പൂമേനിയിൽ പൂശി രസിപ്പതായും എന്നും തെളിഞ്ഞ ഇന്ദ്രിയ ദർപ്പണത്തിൽ മോദിച്ചുമേവുന്ന മനുഷ്യർ പോലെ. മനുഷ്യന്മാരെ സാധാരണ നിലയ്ക്ക് എന്താ ചെയ്യുക? ഇന്ദ്രിയ ദർപ്പണത്തിൽ ജീവിതം ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക ആൾക്കാർ. അത് മോശമാണ്. ഇന്ദ്രിയങ്ങളെ ജയിക്കണം. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക് ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. അവർക്ക് നമ്മൾ അടിമകളായാൽ നമ്മൾ ആശ്രയമായിട്ട് പോവും, ഒന്നിനും കൊള്ളാത്തവരായിട്ട് പോവും. അതാണ് കാണാൻ ചിലപ്പോൾ ചളിവാരി ഓമൽ പൂമേനിയിൽ പൂശിരസിപ്പതായും എന്നും തെളിഞ്ഞ ഇന്ദ്രിയ ദർപ്പണത്തിൽ മോദിച്ചുമേവുന്ന മനുഷ്യർ പോലെ. കണ്ടാലുടൻ പുസ്തകമേടു നീക്കി മണിപ്പുറം ചട്ടമുഷിക്കുമുണ്ണി. കണ്ടാലുടൻ പുസ്തകമേടു നീക്കി മണിപ്പുറം ചട്ടമുഷിക്കും ഉണ്ണി. ഉള്ളോട്ടു നോക്കാതെ ബഹിർമുഖന്മാർ അമ്മട്ടതോർമ്മിപ്പതിനെന്ന പോലെ. ഉള്ളോട്ട് നോക്കാതെ ബഹിർമുഖന്മാർ, ബാഹ്യമായിട്ട് എന്തൊക്കെ നടക്കണമെന്നുള്ളതിൽ താല്പര്യമുള്ള ആൾക്കാർ. നമ്മുടെ ശരീരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലിവർ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലുപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ഞരമ്പുകൾ, വെയിൻസ് ഒന്നിനോടൊന്ന് കൂട്ടി വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 92,000 കിലോമീറ്റർ ഉണ്ടെന്നാണ്. ഭൂമിയുടെ സർക്കംഫറൻസ് 45,000 ഉള്ളൂ. അതാണ് ഭൂമിക്ക് 2 ചുറ്റാനുള്ള നീളം നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് നമ്മൾ കത്തിച്ച് കളയേണ്ടത് അല്ലേ? കാരണം ഈ ശരീരം, ഈ വെയിൻസും ഈ ശരീരം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൻ്റെ സവിധത്തിൽ. ആത്മാവ് പടി ഇറങ്ങിയാലോ ഒക്കെ വേസ്റ്റായി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം കണ്ടാലുടൻ പുസ്തകമേടു നീക്കി മണിപ്പുറം ചട്ടമുഷിക്കുമുണ്ണി. ഉള്ളോട്ട് നോക്കാത്ത ബഹിർമുഖന്മാർ അമ്മട്ടതോർമ്മിപ്പതിനെന്ന പോലെ. അപ്പം ബഹിർമുഖന്മാരാവരുത്, അന്തർമുഖന്മാരായിരിക്കണം. തളിർക്കരം കൊണ്ടു തലോടുമമ്പാൽ. തൻ്റെ പൊന്നോമന കൈകൊണ്ട് അച്ഛനെ അമ്മേനൊക്കെ തലോടും. തല്ലിയിടുമങ്ങിങ്ങധികം പിഴച്ചാൽ വിശ്വേകനാഥൻ കനിവേറുകൾ തൻ കാരുണ്യപാത്രങ്ങളെ എന്ന പോലെ. കാരുണ്യത്തിന് പാത്രീഭൂതരായ ആൾക്കാരെ ഭഗവാൻ രക്ഷിക്കുന്ന പോലെ. എന്താ പറഞ്ഞത്? കാരുണ്യപാത്രങ്ങളെന്ന പോലെ. തളിർക്കരം കൊണ്ടു തലോടുമമ്പാൽ തല്ലിയിടുമങ്ങിങ്ങധികം പിഴച്ചാൽ. നല്ല അടി കിട്ടാൻ തുടങ്ങിയതാ പറഞ്ഞതേ. വിശ്വൈകനാഥൻ കനിവേറുകിൽ തൻ കാരുണ്യപാത്രങ്ങളെ എന്ന പോലെ. ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരായ വ്യക്തികൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല ജീവിതത്തിൽ എന്ന് ഭാഗവതം ഉറച്ചു പറയണു. വല്ലാതെ കോപിച്ചുര ചെയ്തു പോയാൽ പോലും ഭയോജാക്ഷനതോർത്തിടാതെ. ആരെങ്കിലും കർക്കശമായിട്ട് സംസാരിച്ചാലും ഭഗവാൻ കൂട്ടാക്കില്ല. ഭഗവാനൊന്നും കാര്യമല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എനിക്കൊരു ശീലമുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. അതാണ് വല്ലാതെ കോപിച്ചുര ചെയ്തു പോയാൽ പോലും പയോജാക്ഷൻ താമരക്കണ്ണൻ അത് ഓർത്തിടാതെ തെളിഞ്ഞുടൻ താൻ അഖിലം മറന്നു ചിരിച്ചിടും സജ്ജനമെന്ന പോലെ. സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ, കരയാൻ അറിയില്ല. എന്തിനും ഏതിനും ബാലമനസ്സാണ് അവർക്ക്, ബാലന്മാരുടെ മനസ്സാണ്. തെളിഞ്ഞുടൻ താനയിലം മറന്നു ചിരിച്ചിടും സജ്ജനമെന്ന പോലെ. ഈ വണ്ണം അത്യന്തം മനോജ്ഞമായ ഗോവിന്ദലീലാമൃതമാസ്വദിക്കേ. ഇങ്ങനെ പല പല രസാനുഭൂതികളുള്ള ഭഗവാന്റെ ലീലാവിനോദത്തെ ആശ്രയിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അതാണ് പറയാൻ പോണത്. ഈ വണ്ണം അത്യന്ത മനോജ്ഞമായ ഗോവിന്ദലീലാമൃതമാസ്വദിക്കേ. ഓർത്തിടിനാനൊട്ടു ചടച്ചു ദേഹം സമ്പുഷ്ടമായി തീർന്നതുപോലെ നന്ദൻ.
ഈ വണ്ണം അത്യന്തം മനോജ്ഞമായ ഗോവിന്ദലീലാമൃതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർത്തിയിടാനൊട്ട് ഈ ചടച്ച ദേഹം, ക്ഷീണിച്ച ദേഹം സമ്പുഷ്ടമായി തീർന്നത് പോലെ നന്ദന് തോന്നി. എന്താ തോന്നിയത്? ആരോഗ്യ സമ്പൂർണത കണ്ടൊരേതോ സുഹൃത്തലിഞ്ഞീവിധമോദി എന്നാൾ. ഒരു ദിവസം എന്താ ഇപ്പോൾ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നുണ്ടല്ലോ, ആരോഗ്യ സമ്പൂർണത കണ്ടൊരേതോ സുഹൃത്ത് അലിഞ്ഞ ഈ വിധമോദി എന്നാൽ നിത്യേന കാൺമോർക്കറിയാവതല്ല ദേഹസ്ഥിതിക്കുള്ളൊരു മാറ്റമെന്നാൽ. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ തടി കൂടിയോ തടി കുറഞ്ഞോ എന്നറിയില്ല. എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ ഇപ്പോൾ അത്, ഏത് പീടിയിൽ നിന്നാണ് റേഷൻ വാങ്ങണത്, തടി വല്ലാണ്ട് വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ആൾക്കാർ. ഈശ്വരസ്മരണയുള്ളവർക്ക് ഒന്നിനും കഷ്ടം വരില്ല എന്നുള്ളതാണ് സത്യം. ഈശ്വരനെ സ്മരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ മുഖത്തൊരത്യുജ്വലമായ തേജസ് ഓജസ്സു മങ്ങിക്കു തെളിഞ്ഞു കാൺമൂ. നന്ദഗോപരോട് പറയാണ്, എന്താ നന്ദഗോപരെ? മുഖത്തൊരത്യുജ്വലമായ തേജസ് ഓജസ്സു മങ്ങിക്കു തെളിഞ്ഞു കാൺമൂ. മനോജ്ഞനാമുണ്ണിയമെല്ലെ മെല്ലെ മാറാണ ചോദ്യ മഹാനുഭാവൻ. അപ്പം ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്ത് സ്വന്തം മാറോട് അടച്ചു പിടിച്ച് ക്ലോസ് ആംഗിളിൽ പിടിച്ചിട്ട് ഓതി പറഞ്ഞു, എന്താ? ഇവൻ പിറന്നുള്ളതു നാൾ മുതൽക്ക് ഈ പയ്യൻ എനിക്ക് ഉണ്ടായ ശേഷം എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ശരീരം പറഞ്ഞാൽ കേൾക്കണു, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് റെസ്റ്റില്ല. എന്താ ചോദിച്ചാൽ അറിയില്ല. വീട്ടിൽ പല പണികളും. എന്താ പണി ചോദിച്ചാൽ അതങ്ങനെ ഒരു ഭാഗം പോകുന്നുണ്ട്. സുസ്തി ഇന്നലെ പറയാൻ തന്നെ പറ്റിയില്ല. തിരക്ക് മയം. പണിക്കാരൊക്കെ 7:30 പോയപ്പോൾ പിന്നെ കുളിച്ച് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ കുളിച്ചു. പിന്നെ പറയാൻ വന്നിരുന്നപ്പോൾ ഏറെക്കുറെ 8 മണിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലാവണം നെറ്റിയിൽ കുറിയില്ല, കുങ്കുമല്ല, ചന്ദനമില്ല. ഇന്നിപ്പോൾ അങ്ങനെ മതിയെന്നാക്കി. എല്ലാം ഈശ്വരനാണല്ലോ അല്ലേ. കുറി ഇട്ടാണ്ടാ, കുറി ഇട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഇത് 22 ശ്ലോകമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെന്താണ് 18ാമത്തെ ശ്ലോകത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇവൻ പിറന്നുള്ളതു നാൾ മുതൽക്കർ ആനന്ദമെന്നുള്ളിൽ അവർണ്ണനീയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്. എന്താ അങ്ങനെ പറയാൻ? ഭാഗവതമായിട്ട് ഒരു ബന്ധം വന്നതോടുകൂടി ഞാൻ വേറെ ഒരു പ്രശ്നത്തിനും കൂട്ടാക്കില്ലായിരുന്നു. ഭഗവാൻ എന്താ പറഞ്ഞത് അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പിറന്നുള്ളതു നാൾ മുതൽക്കൊരാനന്ദം എന്നുള്ളിൽ അവർണ്ണനീയം, വർണ്ണിക്കാൻ പറ്റാന്ന ഏതോ മഹത്തായൊരു ദിവ്യകൽപ്പം സേവിച്ചു ഞാനൊന്നു തെളിഞ്ഞ പോലെ. ഞാൻ എന്തോ വലിയ ഒരു ഉത്കൃഷ്ടമായ ലേഹ്യോ ആസവോ കഴിച്ച കൂട്ടത്തിലെന്നാ. മഹത്തായ ദിവ്യകൽപ്പം എന്നാ. ദിവ്യകൽപ്പം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മരുന്നെന്ന് അർത്ഥം പറയണം. അപ്പോൾ ഏതോ മഹത്തായൊരു ദിവ്യകൽപ്പം സേവിച്ചു ഞാനൊന്നു തെളിഞ്ഞ പോലെ കണ്ണിന്നിവൻ നിർവൃതിയെന്നുമെന്നും എനിക്ക് വർഷിപ്പൊരു നീലമേഘം. ഈ നിറത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നീലമേഘശ്യാമ കൃഷ്ണ അല്ലേ. കണ്ണിന്നിവൻ നിർവൃതിയെന്നുമെന്നും എനിക്ക് വർഷിപ്പൊരു നീലമേഘം. പൂജിക്കിരുന്നാൽ ഇവനെത്തി മുമ്പിൽ ധ്യാനിക്കുവാൻ തീരവിടില്ല പൈതൽ. ഞാൻ ഒന്ന് കാര്യമായിട്ട് പൂജയൊക്കെ സമർപ്പിച്ച് ഭഗവാനെ ഒന്ന് ചിന്തിച്ചടാം, ഭഗവാനെ ഒന്ന് സ്മരിച്ചലാന്ന് വിചാരിച്ചാൽ ഇയാൾ സമ്മതിക്കില്ല. ഇയാൾ സമ്മതിക്കില്ലെങ്കിൽ പിന്നെന്താ? ഇയാളെ സേവിച്ചാൽ പോരെ? കൃഷ്ണനല്ലേ. പാരായണ ഗ്രന്ഥമഴിക്കലുണ്ണി പാടാൻ തുടങ്ങിയിടും അലേഖയെല്ലാം. എന്തെങ്കിലും ഒന്ന് രാമായണം വായിച്ചലാൻ വിചാരിച്ചാൽ
അപ്പോൾ തുടങ്ങി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെയാണ് പാരായണ ഗ്രന്ഥം അഴിക്കിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? പാരായണ ഗ്രന്ഥമൊക്കെ പട്ടിൽ പൊതിഞ്ഞ ഒരു നൂലിട്ട് കെട്ടിയിട്ടുണ്ടാവും. അതാണ് അഴിക്കിൽ. അഴിക്കണം, എന്നാലേ തുറന്ന് വായിക്കാൻ പറ്റുള്ളൂ. പാരായണ ഗ്രന്ഥം അഴിക്കൽ ഉണ്ണി പാടാൻ തുടങ്ങിയിടും മലേഖയെല്ലാം. എന്നാലും എൻ കുഞ്ഞിനെ അല്പനേരം കാണാതെയോർക്കാതെ ഇരിക്കവയ്യാം. ഇങ്ങനെ സദാസമയം എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അരനിമിഷം ഇയാളെ കാണാതെ കണ്ടിരിക്കാൻ വയ്യ എന്ന് നന്ദഗോപുരൻ. ഇടയ്ക്കിവൻ ചൊല്ലും അവൻ്റെ കൂടെ ഓടാനുടൻ കണ്ണുകൾ ചിന്മി നിൽപ്പാൻ. അദ്ദേഹം പറയും, അല്ല നമുക്ക് രണ്ടാൾക്കും കൂടി അച്ഛാ ഞാൻ ഓടാൻ, എൻ്റെ ഒപ്പം ഓടാൻ പറ്റുമോ നോക്കാം. ഇടയ്ക്കിവൻ ചൊല്ലും അവൻ്റെ കൂടെ ഓടാൻ ഉടൻ കണ്ണുകൾ ചിമ്മി നിൽപ്പാൻ. കണ്ണ് ചിമ്പി നിൽക്കാൻ പറയും. പൊടുന്നനെ തോളിലെടുത്തു പോക്കാൻ മോക്ഷത്തിലും മീത എനിക്കിതെല്ലാം. പെട്ടെന്ന് പറയും, എന്നെ എടുത്ത് തോളിൽ വയ്ക്കൂ. പൊടുന്നനെ പെട്ടെന്ന് തോളിലെടുത്തു പൊക്കാൻ മോക്ഷത്തിലും മീത എനിക്കിതെല്ലാം. ഇനി അവസാനത്തെ ശ്ലോകം 22 എന്താ പറഞ്ഞത്? മഹർഷി ചൊന്നാൻ മണിവർണ്ണനാം ഈ കുഞ്ഞിൻ്റെ സംപ്രീതി ലഭിക്കലാരും ചെയ്യേണ്ട മറ്റൊന്നിന് മഞ്ഞിലായത് ഉൾപ്പോവിലോർത്തോർത്തു കൃതാർത്ഥനാം ഞാൻ. എന്താ നാരദർ പറഞ്ഞത്? മഹർഷി ചൊന്നാൻ അല്ലേ? നാരദ മഹർഷി ഭക്തിയോട് പറയാണ്, മഹർഷി ചൊന്നാൻ മണിവർണ്ണനാം ഈ കുഞ്ഞിൻ്റെ സംപ്രീതി ലഭിക്കിൽ, സന്തോഷം പ്രീതി കിട്ടിയാൽ ഭഗവാനെ സദാസമയത്തും സേവ ചെയ്താൽ ഭഗവാൻ സന്തോഷിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ സംപ്രീതി ലഭിക്കൽ ആരും ചെയ്യേണ്ട മറ്റൊന്നിന് മണ്ണിലായതൊഴുപ്പോവിലോർത്തോർത്തു കൃതാർത്ഥനാം ഞാൻ. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങ് സദ്ബുദ്ധി തന്ന് സദ്വിദ്യ തന്ന് സദ്ഭക്തി തന്ന് കാത്തുരക്ഷിക്കുന്നുണ്ടല്ലോ. എനിക്ക് വേറെ ഒരപേക്ഷയില്ല അങ്ങേരുടെ അടുത്താണ്. ചെയ്യേണ്ട മറ്റൊന്നിന് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഈശ്വരസ്മരണോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ദിവ്യമായിട്ട് വേറൊരു ആക്ടിവിറ്റീസ് ഇല്ല. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോനത്രയേം സസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ 537 സർഗം ഭാഗം അവസാനിപ്പിച്ചു. നാളെ 538 ഭാഗം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.